എന്തൊരു വികസനം, എന്തൊരു വികസനം, ഇവിടെ എന്തരാണ് വികസനം? നടന്നു പോകാൻ പറ്റുമോ? ഇവിടെ ഇവിടെ ഇവിടുന്ന് ഈ ട്രോളിൻ്റെ കാര്യം വന്നിട്ട് നമുക്കിപ്പോൾ എന്താണ് നേടാൻ പറ്റുന്നത്? ആദ്യം നമുക്കുള്ള ഓട്ടങ്ങൾ തരാൻ വേണ്ടി നോക്കാം. കൊല്ലം വരെ 70 കിലോമീറ്റർ, 70 കിലോമീറ്ററിന് അപ്പോൾ എത്ര രൂപ വെച്ച് അടിച്ചുകൊണ്ടിരിക്കും? ടോളും കൂടെ വയ്ക്കുമ്പോഴേ, ടോളും കൂടെ വയ്ക്കാൻ ആരും വന്ന് വണ്ടി കയറൂല. അതോടെ ഇത് പോയി. ഇന്നത് തിരിച്ചിട്ട് തോമസ് ഐസക് ഇല്ലാത്തത് കൊണ്ട് പുതിയൊരു മന്ത്രിസഭ ഉണ്ടാക്കിയതിന് ശേഷം ഇങ്ങനൊരു തീരുമാനം എടുത്തത് ജനദ്രോഹ നടപടിയാണത്. ഈയിടെയായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ദേശീയപാത റോഡുകൾക്ക് പുറമെ കിഫ്ബി റോഡുകൾക്കും ടോള് ഈടാക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നീക്കം സംബന്ധിച്ചുള്ള വാർത്തകളാണ്. അതായത് നമ്മൾ 15 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ടോള് ഈടാക്കപ്പെടും. കിഫ്ബി വരുമാനത്തിനായി ടോള് ഈടാക്കില്ലെന്ന് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് നിയമസഭയിൽ വാക്ക് പറഞ്ഞതിന് വിപരീതമായിട്ടുള്ളൊരു നീക്കമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടത്തുന്നത്. ഇക്കാര്യത്തിൽ നമുക്ക് ആളുകളുടെ കൂടുതൽ പ്രതികരണങ്ങൾ അറിയേണ്ടതുണ്ട്. ടോള് വേണോ വേണ്ടയോ? നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഈ ദേശീയപാതകൾക്ക് പുറമെ കിഫ്ബി റോഡുകളിൽ ഇപ്പം ടോള് ഈടാക്കുന്ന ഒരു ഭേദഗതി സർക്കാർ കൊണ്ടുവരുന്നു എന്നുള്ള വാർത്ത ചേട്ടൻ അറിഞ്ഞാണല്ലോ. അപ്പോൾ ഇതിനെന്താണ് ഒരു പ്രതികരണം? ഇപ്പോഴും തന്നെ കൂടുതൽ ആണ് ഓരോ സ്ഥലത്തും മേടിക്കും. ഇപ്പം കോവളത്ത് സൈഡിൽ തന്നെ 310 രൂപയാണ് ടോള് മേടിക്കുന്നത്. ഇതിൻ്റെ പുറത്ത് ഇതേപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കുള്ള ഓട്ടം കൂടെ ഇല്ലാതാവും. ഞാൻ ടാക്സ് കൊടുക്കുന്നതാണ്. ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പോലും ആൾക്കാർ അതിൽ കയറാതിരിക്കും. അങ്ങനെ ആവുമെന്നാണ് തോന്നുന്നത്. ഉള്ളത് കൂടെ ഇല്ലാതാവും നമുക്ക് ഓട്ടം. ഇപ്പോൾ ആൾക്കാർക്ക് തന്നെ നല്ല രീതിയിൽ ടോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇനിയും എല്ലാ ചെറിയ റോഡുകളിലും ടോൾ പിരിക്കാൻ തുടങ്ങിയാൽ വീട്ടിൽ നിന്ന് പോലും പുറത്തോട്ട് പോകാൻ ആകില്ല. ഇപ്പം എനിക്ക് തന്നെ ഞാൻ ഒരു 35 കിലോമീറ്റർ ഓടിയാണ് ഇങ്ങോട്ട് വരേണ്ടത്. വീട്ടിൽ നിന്ന് വരുന്നത് 35. അവർ 2 സ്ഥലത്ത് ടോൾ കൊടുക്കേണ്ടി വരും. 50 കോടിയിലധികം രൂപ ചെലവഴിച്ചുണ്ടാക്കിയ കിഫ്ബി റോഡുകൾക്കാണ് സർക്കാർ ടോൾ ഈടാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു 150 റോഡുകളുണ്ട്. പിന്നെ ദേശീയപാത കാസർഗോഡ് മുതൽ ഇങ്ങനെ തിരുവനന്തപുരം വരെ വരുമ്പോൾ 10 ടോളുകളാണ് വരാൻ പോകുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് തിരുവല്ലത്തിന് ഒരെണ്ണമുണ്ട്, ടോൾ പ്ലാസ ഉണ്ട്. അതിൽ കൂടാതെ മറ്റൊന്നുകൂടെ അപ്പോൾ വരും. പോകുന്നതാണ് ഞാൻ പറഞ്ഞത്. 310 രൂപയാണ് ടോള് ഒരു കാറിന് പോകാൻ. വൺ സൈഡാണ്. 2 സൈഡാകുമ്പോൾ അതിൻ്റെ ഇരട്ടിയാവുകയാണ്. ഈ വരുന്ന ആൾക്കാർ അവിടെ വന്നിട്ട് തിരിച്ച് നമ്മളിങ്ങോട്ട് ഓരോ കാലി വരികയാണെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് ഈ 155 രൂപ കൊടുക്കേണ്ടി വരും. 155 310. സർക്കാർ പറയുന്നത് വികസനം വേണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ടോളുകളൊക്കെ വേണമെന്നാണ് പറയുന്നത്. അതിനോട് യോജിക്കുന്നു. വികസനം വേണമെങ്കിൽ ടോൾ ഇല്ലാത്ത രീതിയിൽ വയ്ക്കണം. ടോള് ഇല്ലാതെ ഉള്ള വികസനം മതിയല്ലോ നമുക്ക്. ഈ ടോൾ ചെയ്ത് നമുക്ക് ഞാൻ ഇപ്പോൾ പുതിയ വണ്ടി എടുത്തപ്പോൾ 15 വർഷത്തേക്കുള്ള ടാക്സ് ഒരുമിച്ച് പിടിച്ചേക്കുകയാണ്. 38,000 രൂപ ടാക്സ് പിടിച്ചേക്കുകയാണ് എൻ്റെ നിന്ന്. 38,000 രൂപ 15 വർഷത്തേക്ക്. അതിൻ്റെ പുറമേ നമ്മൾ ആണ് ഇത് പിന്നെ അടയ്ക്കേണ്ടത്. 50 കിഫ്ബി റോഡുകൾ 10 ടോൾ പ്ലാസകളാണ് വരുന്നത്. അതായത് കേരളത്തിൽ എവിടെ പോയാലും ടോൾ കൊണ്ട് മുടിഞ്ഞു പോകുന്നുള്ളൊരു അവസ്ഥയാണ്. അതിൻ്റെ ഒപ്പം തന്നെ വിലക്കയറ്റമുണ്ട്. അപ്പം എന്താണ് ഒരു പ്രതികരണം ഈ വിഷയം? പ്രതികരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കിപ്പോൾ ഓട്ടങ്ങൾ വലിയതില്ല. കാര്യം നമ്മളിപ്പം രാവിലെ തൊട്ട് ഇവിടെ വൈകിട്ട് കിടക്കുന്നത് വെറും 30 രൂപയുടെ ഓട്ടങ്ങൾ. പോരാത്തിന് കുറേ 10 രൂപ ബസ് ഇറങ്ങി. അത് മുക്കിലും മൂലയിലും കിടക്കുന്നു. ഇതിനെക്കുറിച്ച് നമുക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇപ്പോൾ എല്ലാം കഷ്ടപ്പാടുകളാണ്. ഓട്ടങ്ങളില്ല. സാധാരണ ഇവിടെയൊക്കെ നമ്മൾ സാധാരണ ഇവിടെ മുമ്പ് ഈ ബിൽഡിങ്ങൊക്കെ ഉള്ള സമയത്ത് നമുക്ക് പറവറ ഓട്ടം. ഇപ്പോൾ ഈ ബസ് ഇറങ്ങി കാരണം നമുക്ക് ഓട്ടങ്ങൾ തീരെയില്ല. അപ്പോൾ അതിൽ കൂടെ ഇപ്പോൾ അതിൻ്റെ ഈ ടോളും കൂടെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അതിപ്പം നമുക്ക് ഓട്ടോ സ്റ്റാൻഡ് എന്തായാലും ആരായാലും നമുക്ക് അതിനുള്ള പ്രതികരിക്കും. ഇപ്പോൾ ആരും നമ്മൾക്കൊരു സപ്പോർട്ടില്ല. ഇപ്പോൾ ഈ ടോളിൻ്റെ കാര്യം വന്നിട്ട് ഇപ്പോൾ എന്തൊരു കാര്യമായിരിക്കണേ? അല്ല, ഈ ടോളിൻ്റെ കാര്യം വന്നിട്ട് നമുക്കിപ്പോൾ എന്താണ് നേടാൻ പറ്റുന്നത്? ആദ്യം നമുക്കുള്ള ഓട്ടങ്ങൾ തരാൻ വേണ്ടി നോക്കാം. മുമ്പത്തെ പോലെയൊന്നുമല്ല. ഇപ്പോൾ ആൾക്കാരെന്ന് വെച്ചാൽ ഇപ്പോൾ ഊബർ കിടക്കണം, അത് പല സംവിധാനം ഓട്ടോ ടാക്സി കിടക്കുന്നു. ഇവരെല്ലാം ഇപ്പോൾ അതിലൊക്കെ എടുക്കാറുണ്ട്. നമുക്കായിട്ട് ഇപ്പോൾ ഒരു ഓട്ടങ്ങളില്ല. മുമ്പാടെ ഉണ്ടായിരുന്നു. ഓരോരുത്തർ ഓരോ വിലക്കയറ്റം, നമുക്ക് ഇൻഷുറൻസ്, ടാക്സ് എല്ലാം അതിലൊക്കെ എല്ലാം കൂടുതൽ കയറ്റങ്ങളാണ്. അപ്പൊക്കല് കൂടുതൽ അത് ഇവർ തീരുമാനിക്കണം. നമുക്ക് ആര് തീരുമാനിച്ചത്? ഞങ്ങൾക്ക് ഈ ഓടിയേ പറ്റുള്ളൂ. വീട്ടുകാരെ നോക്കണം, നമുക്ക് ഓടിയേ പറ്റുള്ളൂ. ചേട്ടാ, പുതിയ ഭേദഗതി വരുന്നത് അറിഞ്ഞു കാണുമല്ലോ. അതായത് നമ്മൾ വാഹനത്തിൽ റോഡിലൂടെ 15 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അപ്പം തന്നെ ടോൾ ഈടാക്കും. അപ്പം ടോൾ വേണോ? എന്താണ് ശരിക്കും അഭിപ്രായം?
ടോൾ വേണ്ടെന്നാണ് പൊതുവെയുള്ളൊരു അഭിപ്രായം. കാരണം നമ്മൾ ടാക്സി മേഖലയിലുള്ള ആൾക്കാർ നമ്മൾ എല്ലാ സ്ഥലത്തും സഞ്ചരിക്കുന്നതാണ്. അപ്പം നമുക്ക് ഈ യാത്രക്കാരിൽ നിന്ന് ഈ ടോളിൻ്റെ പൈസ എപ്പോഴും മേടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. പിന്നെ അതുമാത്രമല്ല ബാക്കിയുള്ള പല മേഖലകളിലും ഇതൊരു ബുദ്ധിമുട്ടായിട്ട് പ്രശ്നമായിട്ട് വരാൻ സാധ്യതയുണ്ട്. സംസ്ഥാന സർക്കാർ പറയുന്നത് വികസനം വേണമെന്നുണ്ടെങ്കിൽ ടോളൊക്കെ വരണം എന്നാണ്. വികസനം വേണ്ട എന്നല്ല പറയുന്നത്, വികസനം വേണം. പക്ഷെ ടോള് കൊടുത്തോണ്ട് വികസിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ടോള് കൊടുക്കുന്നതിൻ്റെ കാര്യമില്ലല്ലോ. ഇപ്പം ഇവിടുന്ന് ഏകദേശം 13 കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ കോവളം ഓടാൻ, കോവളം ബീച്ച് വരെ പോകാൻ. ഞങ്ങൾക്ക് ഓൺലൈൻ ഓടുന്നവരാണ്, അല്ലാത്ത പേഴ്സണൽ ട്രിപ്പുകൾ ഓടുന്നവരാണ്. പക്ഷേ ഇവിടുന്ന് കോവളം പോകാൻ വേണ്ടി ഊബറും ഒലയിലൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ 450 രൂപയൊക്കെയാണ് റേറ്റ് വരുന്നത്. ഈ 450 രൂപയിൽ 245 രൂപ ടോൾ കൊടുക്കണമെന്ന് പറഞ്ഞാൽ കസ്റ്റമർ അക്സെപ്റ്റ് ചെയ്യില്ല. ഇപ്പോൾ നിങ്ങളൊരു ബുക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കോവളം പോകണം, നിങ്ങൾക്കൊരു ബുക്കിംഗ് എനിക്ക് വന്നു, ഞാൻ ആ ട്രിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണം മേഡം ഒരു 245 രൂപ ടോൾ കൊടുക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല അത്. അപ്പോൾ അതിൻ്റെ ആവശ്യം എന്തായിരിക്കും, വേണ്ട എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കിഫ്ബിയിലേക്ക് വരുമാനം കൂട്ടാനുള്ള സർക്കാരിൻ്റെ ഒരു മാർഗമാണ് എന്നാണ് അപ്പം ഒരു അഭിപ്രായം എന്താണ്? സംസ്ഥാനത്തിന് വരുമാനം കൂട്ടാൻ ടോൾ വിരിച്ചിട്ടാണോ വരുമാനം കൂട്ടേണ്ടത്? വരുമാനം കൂട്ടാൻ വേറെ എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ട്? അങ്ങനെയുള്ള ലക്ഷ്യം അത് സാധാരണക്കാരൻ്റെ മേലിൽ അടിച്ചേൽപ്പിക്കും, വലിയൊരു ഭാരം അടിച്ചേൽപ്പിക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ പറയാൻ. കാരണം അല്ലാതെ ഇത് ഈ ഒരു പൈസ വരുമാനം കൂട്ടാനായിട്ട് ടോൾ പിരിച്ച് വരുമാനം കൂട്ടാന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു സംസ്ഥാനങ്ങളിലും കാണാത്ത കാര്യമാണ്. അപ്പോൾ അത് നമ്മളതിന് എതിരാണ്. കാരണം സാധാരണക്കാരെന്നുള്ള നിലയ്ക്ക് അതിന് എതിരാണ്. കാരണം നമുക്ക് നമ്മളെ വയറ്റത്തടിക്കുന്ന കാര്യമാണത്. അപ്പോൾ ഇവിടുന്ന് പുതിയൊരു നിയമം എനിക്ക് തോന്നുന്നു 50 കോടിക്ക് മുകളിലുള്ള റോഡുകൾക്കെല്ലാം അവർ പിരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞാൽ. 150 റോഡുകളെന്ന് പറയുമ്പം ഒരുവിധപ്പെട്ട മെയിനായിട്ടുള്ള എല്ലാ റോഡുകളും അതിൽ ഉൾപ്പെടും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും യാത്ര ഇവിടുന്ന് ചിലപ്പോൾ നമ്മളൊരു 100 കിലോമീറ്റർ സഞ്ചരിക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു 200-300 രൂപയൊക്കെ ടോൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് സാധാരണക്കാരായ ആൾക്കാർക്ക് എങ്ങനെയാണ് താങ്ങാൻ പറ്റുമെന്നുള്ളത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ചേട്ടാ, ഇപ്പോൾ ദേശീയപാതയ്ക്ക് പുറമെ കിഫ്ബി റോഡിലും ടോള് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് 15 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ ടോള് വരും എന്നാണ്. ശരിക്കും ടോൾ ആവശ്യമുള്ളൊരു സംഗതിയാണോ? ടോള് വന്നു കഴിഞ്ഞാൽ പോയില്ല മോളെ, അയ്യോ ഒരു രക്ഷയില്ല. എന്ന് വെച്ചാൽ ഒന്നാതെ നമ്മൾ ഈ റോട്ടിൽ കൂടെ ടാക്സിയെ സംബന്ധിച്ചോളം നമുക്കിപ്പോൾ പൊതുവേ ഓട്ടം ഇല്ല. അപ്പം ഒരു സാധാരണപ്പെട്ടവനാണ് വന്ന് ടാക്സി പിടിക്കുന്നത്. അപ്പോൾ അവർ ഇങ്ങനെ ഒരു കൊല്ലം വരെ പോയിട്ട് പറഞ്ഞാൽ കൊല്ലം വരെ 70 കിലോമീറ്റർ, 70 കിലോമീറ്ററിന് അപ്പോൾ എത്ര രൂപ വെച്ച് അടിച്ചുകൊണ്ടിരിക്കും? നമ്മളെ മീറ്റർ ഇപ്പോൾ കിലോമീറ്റർ പൈസയും കാട്ടി അടിക്കും ടോള്. 155 രൂപയാണ് അങ്ങോട്ട് പോണേനാവും. തിരിച്ചു വരുമ്പോഴും ഓരോ ടോളിലും വരുമ്പോൾ തന്നെ ചിലപ്പോൾ വിട്ടിട്ട് തിരിച്ച് വരുമ്പോഴായിരിക്കും നമ്മളെ കയ്യിൽ നിന്നും കൂടെ പോകും. നമ്മൾ ഉണ്ണണ പൈസയും ആവശ്യമില്ലാത്ത പരിപാടിയാണ്. അയ്യോ, ഇതൊക്കെ നമ്മൾ കേരളത്തിൻ്റെ അകത്ത് നമുക്ക് ഒരിടത്തും വണ്ടി ഓട്ടിക്കാം. അപ്പം പിന്നെ അങ്ങനെയാണെങ്കിൽ ആരും വണ്ടി ഓട്ടിക്കാതിരിക്കണം നല്ലത്. 45 കൊല്ലം വരെ ആയി ഈ ഡ്രൈവർ. അപ്പം ഇപ്പോഴും എന്ന് വെച്ചാൽ ജീവിക്കാൻ വേണ്ടി ഇല്ല. ഇപ്പം ഇത്രയും നേരമായിട്ട് വണ്ടി ഓടിയിട്ടില്ല. 50 പൈസയ്ക്ക് വണ്ടി ഓടാൻ തുടങ്ങിയാണ് ഇവിടെ. ഒരു കാലത്തെ വരിക വൈദ്യുതി എടുത്തോണ്ട് പോകും, ആരും വണ്ടി ഓടിക്കാനും വേണ്ടി. ടോളും കൂടെ വയ്ക്കുമ്പോഴേ ആരും വന്ന് വണ്ടി കയറൂല. നമ്മളെ ഇത് പോയി. ചേട്ടാ, ഇതിന് സർക്കാർ പറഞ്ഞ 2 വാദങ്ങൾ, ഒന്ന് കിഫ്ബിയിലേക്ക് വരുമാനം കൊണ്ടുവരാന്നുള്ളത്, മറ്റൊന്ന് വികസനം കൊണ്ടുവരാന്ന്. അപ്പോൾ ഈ 2 വാദങ്ങളോട് എങ്ങനെയാണ് യോജിക്കുന്നത്? എന്തൊരു വികസനം ഇവിടെ? എന്തിനാണ് വികസനം? എങ്ങനെ നടന്നു പോകാൻ പറ്റുമോ? ഇവിടുന്ന് ഈ സ്ഥലം ഇവിടെ താണ്ട ഗവൺമെൻറ് പ്രസിഡന്റ് അവിടെ പണ്ട് തൊട്ടേ തുടങ്ങിയ ഒരു ഒൻവയാണ്. അതിലേക്കൂടെയാണ് ഇപ്പോൾ എല്ലാവരും കയറി വരണ പുളിമൂട് ജംഗ്ഷനിൽ. അവിടെ ഒരു പോലീസ് പോലും ഇല്ല. അവിടുന്ന് കയറി നമ്മൾ അവിടുന്ന് ഇവിടെ യു ടേൺ തിരിയാൻ മടിച്ച് അവിടുന്ന് കറങ്ങി നമ്മളെ വണ്ടി ഇവിടെ വരും. ഇവിടെ എത്രയോ അനേകം വണ്ടികൾ ഇവിടെ വന്ന് അവർക്കൊന്നും ഒരു ഇതുമില്ല. ഈ 72ാമത്തെ വയസ്സിലും ബെൽറ്റ് ഇടണം. ബെൽറ്റ് ഇട്ട് അദ്ദേഹത്തിന് ശ്വാസം മുട്ടല, എന്നാലും കുഴപ്പമില്ല, ബെൽറ്റ് പിടിക്കുക. പെറ്റി കുറേ കിട്ടി. അങ്ങനെ പെറ്റിയും ഇതുമായിട്ട് അതുകൊണ്ട് നമ്മളെ പോലുള്ളവർക്ക് ഇനി ജീവിക്കാൻ പറ്റാത്ത. അപ്പം ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ ആരും വന്ന് ടാക്സി പോലും പിടിക്കൂല. എല്ലാവരും ട്രെയിനിലും ബസ്സിലും. നമ്മൾ അത് തന്നെ പറയണം. ഒരു പാർട്ടി ഒന്ന് കോവളം വരെ പോകണമെങ്കിൽ നമ്മൾ ഇപ്പം പാച്ചല്ലൂർ വഴിയാണ് പോണത്. ടോള് പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 155 രൂപ വെച്ച് 310 രൂപ കൊടുക്കാൻ മടിച്ച് നമ്മൾ പാച്ചല്ലൂർ വഴി വാഴമുട്ടം ചെന്ന് കയറും. അത് വളരെ മോശമായിട്ടുള്ള ഒരു നടപടിയാണ്.
നമ്മൾ സാധാരണക്കാർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടല്ലേ. നമ്മളിപ്പോൾ ഒരു ടോൾ പോകുമ്പോൾ, ഒരു ഓട്ടം പോകുമ്പോൾ 30 രൂപ ഓട്ടത്തിൽ 15 രൂപ അല്ലെങ്കിൽ 50 രൂപ ടോൾ കൊടുക്കാൻ പറഞ്ഞ് നടക്കത്തില്ല. യാത്രക്കാർ വണ്ടി കയറത്തില്ല. നമ്മൾ പകുതി വഴിയിൽ ഇറക്കി വിട്ടിട്ട് പോകേണ്ടി വരും. ഇത് ഭയങ്കരമായിട്ട് ജനവിരുദ്ധ നയമാണ്. ഇപ്പോൾ ഓൾറെഡി വിലക്കയറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനൊക്കെ പുറമെയാണ് ഇപ്പം ടോളും കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലേ. ഇവരെ കൊണ്ട് അതൊക്കെ അല്ലേ നടക്കത്തുള്ളൂ, അല്ലാതെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ലല്ലോ. വികസനം വരുന്നതിനോട് എതിരൊന്നുമില്ലല്ലോ. സംസ്ഥാന സർക്കാർ പറയുന്നത് വികസനം കൊണ്ടുവരണം, അതുകൊണ്ടാണ് ഇങ്ങനെ ടോളൊക്കെ കൊണ്ടുവരുന്നതാണ്. നല്ല കാര്യമല്ലേ. സാധാരണക്കാരന് അതിനുള്ള പണം കൈ കൊടുത്തിട്ട് വികസനം കൊണ്ടുവന്നിട്ട് ഈ ടോൾ പിരിച്ചാൽ പോരെ. നമ്മൾ സാധാരണക്കാരനിപ്പം എന്താണ് ഇരിക്കുന്നത്, ഒരു ദിവസം ഒരു വീട്ടിൽ 3 പേരുണ്ടെങ്കിൽ 500 രൂപ 600 രൂപ കയ്യിൽ വേണം. നമുക്ക് ഓട്ടമില്ല, ടൗണിനകത്ത് മീറ്റർ ചാർജ്, ഒരു ദിവസം മൊത്തം കറങ്ങി ഒരു 150 കിലോമീറ്റർ ഓടുമ്പോഴാണ് 700 രൂപ 600 രൂപ കൈ കിട്ടുന്നത്. ഒരു കുടുംബം കഴിയുമോ? കഴിയില്ലല്ലോ. മൊത്തം മീറ്റർ ചാർജ്, ഒരാൾ കൂടുതൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ മൊത്തം ആട്ടോക്കാരെ തലയിൽ അത് വരുന്നുണ്ട്. സംഭവം ഇത് വളരെ മോശപ്പെട്ട പരിപാടിയല്ലേ. ടോള് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോളിൻ്റെ ആവശ്യമില്ല. ഇത് ആവശ്യമില്ലാത്തിടത്തെല്ലാം ടോൾ ഉണ്ടാക്കി വെച്ചിട്ട് പാവപ്പെട്ട മോട്ടാറുകാരെ ദ്രോഹിക്കത്തക്ക രീതിയിലും പൊതുജനങ്ങളെ ദ്രോഹിക്കത്തക്ക രീതിയിലുമുള്ള സംവിധാനത്തിന് മോട്ടാറിൻ്റെ മേഖലയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്കതിനെതിരാണ്. കാരണം ഭരണപക്ഷത്തിലായിരുന്നാലും പ്രതിപക്ഷത്തിലായിരുന്നാലും ആരായിരുന്നാലും ഈ നിയമം പാസ്സാക്കാനായിട്ട് അംഗീകരിക്കാനേ പാടില്ല. 70 കിലോമീറ്റർ 80 കിലോമീറ്ററിനകത്ത് തമിഴ്നാട്ടിൽ ടോൾ വയ്ക്കാറുണ്ട്. അതേപോലെ തിരുവനന്തപുരത്ത് നിന്ന് 70 കിലോമീറ്ററേ ഉള്ളൂ കൊല്ലം ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത്. അത് റോഡ് വികസന പരിപാടി എന്ന് പറയുമ്പോഴത്തേക്കും ടോളിൽ മാത്രമാക്കി കഴിഞ്ഞാൽ ഒരു പാസഞ്ചറെ വണ്ടി പിടിച്ച് എങ്ങനെ ഓടും? ഒരു ടാക്സി പിടിച്ച് ഓടത്തില്ല. അപ്പം പൊതുമേഖല പാവപ്പെട്ട തൊഴിലാളികളെ വഞ്ചിക്കത്തക്ക രീതിയിലുള്ള പ്രവണത ഏത് സർക്കാർ ഭരിച്ചാലും ആര് വന്നിരുന്നാലും ഇത് ചെയ്യുന്ന ജനദ്രോഹ പരിപാടിയാണ്. കിഫ്ബിക്ക് വേണ്ടി ടോൾ ഈടാക്കില്ലെന്നാണ് അന്ന് തോമസ് ഐസക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കിഫ്ബിക്ക് വേണ്ടി ടോൾ എടുക്കില്ല, അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാവില്ലെന്നാണ് തോമസ് ഐസക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നത് തിരിച്ചിട്ട് തോമസ് ഐസക് ഇല്ലാത്തതുകൊണ്ട് പുതിയൊരു മന്ത്രിസഭ ഉണ്ടാക്കിയതിന് ശേഷം ഇങ്ങനൊരു തീരുമാനം എടുത്തത് ജനദ്രോഹ നടപടിയാണത്. അതിന് മോട്ടാർ മേഖലയിലെ സംയുക്തമായിട്ടുള്ള തൊഴിലാളികൾ ഐക്യമായിട്ട് നിന്ന് പല രാഷ്ട്രീയ സംഘടനകളുണ്ട്. ആ സംഘടനകൾക്കെല്ലാം നേതാക്കന്മാരെ അറിയിച്ച് അതിന് വേണ്ടുള്ള നടപടി എടുത്തില്ലെന്നുണ്ടെങ്കിൽ പാവപ്പെട്ട തൊഴിലാളികളുടെ കഞ്ഞുകൂടി മുട്ടുന്ന ഒരു സമ്പ്രദായമാണ്. അതുകൊണ്ട് ഈ കിഫിയുടെ ടോളുകൊണ്ട് ഒരു നേട്ടവും ഇവിടെ സംഭവിക്കാൻ പോലില്ല സർക്കാരിന്. പകുതി ഇപ്പം കഴിക്കുന്ന ഭക്ഷണത്തിന് തന്നെ പകുതി GST ആണ്. കഴിക്കുന്ന ഹോട്ടലിൽ ഏത് ഹോട്ടലിൽ കയറിയിരുന്നാലും GST. കഴിക്കുന്ന ഭക്ഷണത്തിന് പോലും GST. ഹോട്ടൽ നിലവാരത്തിനുള്ള ഗണ്യമായ ഗുണനിലവാരമായിട്ടുള്ള ഒരു പദ്ധതിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കില്ല. തോന്നുമ്പോഴുള്ള ചാർജ് തോന്നുമ്പോഴുള്ളത്. ഒരു തൊഴിലാളിയുടെ മാസം ഒരു ദിവസത്തെ വരുമാനം എത്രയാണെന്ന് സർക്കാർ ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള സംരംഭങ്ങൾ ചെയ്യുന്നത് ജനദ്രോഹ പരിപാടിയാണെന്നേ പറയാനുള്ളൂ. കിഫി തോമസ് ഐസക് കൊണ്ടുവന്ന് അന്ന് പറഞ്ഞിട്ടുള്ളത് കിഫിയുടെ പേരിൽ യാതൊരു കാരണവശാലും ഇത് ടോൾ പിരിവ് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ടോൾ പിരിവിന് വേണ്ടിയുള്ള സംരംഭം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ജനദ്രോഹ പരിപാടിയാണ്. അത് പിൻവലിക്കുന്നതാണ് നല്ലത്.